ഓക്കെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 25 പ്രാർത്ഥനകൾ, രേഖപ്പെടുത്തിയിരിക്കുന്ന 25 പ്രാർത്ഥനകളാണ് നമ്മൾ പറയുന്നതെങ്കിൽ പോലും ചില പ്രാർത്ഥനകളിൽ ഒന്നിലധികം പ്രാർത്ഥനകൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഉദാഹരണമായിട്ട് ഗത്സമനെ പ്രാർത്ഥനയിൽ 3 പ്രാർത്ഥനയുണ്ട്. നമ്മളതിന് എണ്ണമിടുമ്പോൾ ഒരു പ്രാർത്ഥനയായിട്ടാണ് കൂട്ടുന്നതെങ്കിൽ പോലും ഗത്സമന പ്രാർത്ഥനയിൽ 3 പ്രാർത്ഥനകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെയും എണ്ണം കൂടുന്നുണ്ട്, പക്ഷേ അതൊരു പ്രാർത്ഥനയായിട്ടാണ് നമ്മൾ കൂട്ടുന്നത്. അപ്പോൾ നമ്മൾ ടൈറ്റിലിൽ ഗത്സമന പ്രയർ എന്ന് പറയുമ്പോൾ തന്നെ ഗത്സമനയിൽ 3 പ്രാർത്ഥനകൾ. പിന്നീട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളോട് ബന്ധപ്പെട്ട പ്രാർത്ഥനകളാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രാർത്ഥനകൾക്കെല്ലാം അതിൻ്റെ പശ്ചാത്തലമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. അതുകൊണ്ടാണ് അല്പമെങ്കിലുമൊക്കെ വിസ്തരിച്ച് ഞാൻ ആ കാര്യങ്ങൾ പറയുന്നത്. പ്രാർത്ഥനയുടെയൊക്കെ ഇമ്പോർട്ടൻസ്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസ് അതിൻ്റെ പശ്ചാത്തലമാണ്. അപ്പോൾ ആ പശ്ചാത്തലങ്ങൾ പഠിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ പ്രാർത്ഥനയുടെ വില നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയുള്ളൂ. പ്രാർത്ഥനയെക്കുറിച്ച് ഞാനൊരു ചെറിയ നിർവചനം നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടായിരിക്കും. പ്രാർത്ഥന എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഞാൻ പറഞ്ഞത് സമയാതീതനായ ദൈവത്തെ ഒരു ചെറിയ സമയത്തേക്ക് ചുരുക്കി കൊണ്ടുവരുന്ന പ്രക്രിയയാണ് പ്രാർത്ഥന. പ്രാർത്ഥനയ്ക്ക് മാത്രമേ അങ്ങനെ ഒരു കാര്യം ചെയ്യുവാൻ കഴിയത്തുള്ളൂ. നമ്മുടെ ദൈവം സമയാതീതനാണ്. ആ വലിയ ദൈവത്തെ, സമയം കൊണ്ട് ചുരുക്കാൻ കഴിയാത്തൊരു ദൈവത്തെ, നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു ചെറിയ സമയത്തിലേക്ക് ദൈവത്തെ നമ്മൾ ചുരുക്കി കൊണ്ടുവരികയാണ്. അതാണ് പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ്. നമ്മളത് അതിൻ്റെ വില മനസ്സിലാക്കണം. കാലാതീതനായ ദൈവത്തെ, ബിയോണ്ട് എറ, കാലാതീതനായ ദൈവം, കാലങ്ങൾക്കപ്പുറം, ചക്രവാളങ്ങൾക്കപ്പുറം നിൽക്കുന്ന ഒരു വലിയ ദൈവത്തെ ഒരു ചെറിയ കാലത്തേക്ക് നമ്മൾ ചുരുക്കിക്കൊണ്ടുവരികയാണ്. അതാണ് പ്രാർത്ഥനയുടെ ആ സിഗ്നിഫിക്കൻസ്, അല്ലെങ്കിൽ അതിൻ്റെ യുണീക്ക്നെസ് എന്ന് പറയുന്നത്. രൂപരഹിതനായ ദൈവത്തെ ഒരു ചെറിയ രൂപത്തിലേക്ക്, നമ്മുടെ മനസ്സിനകത്തൊരു രൂപത്തിലേക്ക് നമ്മൾ ചുരുക്കിക്കൊണ്ടുവരികയാണ്. ദൈവം രൂപരഹിതനാണ്. നാം അവനെ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലം തരും എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവം നമുക്ക് എന്താകണമെന്ന് നാം ആഗ്രഹിക്കുന്നുവോ ആ രൂപത്തിലേക്ക് ദൈവത്തെ നമ്മൾ ചുരുക്കിക്കൊണ്ടുവരികയാണ്. രൂപരഹിതനായ ദൈവത്തെ നമ്മുടെ മനസ്സിനകത്തെ ഒരു രൂപത്തിലേക്ക് നമ്മൾ ചുരുക്കിക്കൊണ്ടുവരികയാണ്. സംരക്ഷകൻ എന്ന രൂപത്തിൽ, പിതാവെന്ന രൂപത്തിൽ, സഹായിക്കുന്ന ആളെന്ന രൂപത്തിൽ ദൈവത്തെ നമ്മളെ മനസ്സിൽ കാണുന്ന ഒരു ചെറിയ രൂപത്തിലേക്ക്, ഒരു വ്യത്യസ്ത രൂപത്തിലേക്ക് നമ്മൾ ചുരുക്കിക്കൊണ്ടുവരികയാണ്. ഭാഷാതീതനാണ് ദൈവം, ഭാഷയ്ക്കതീതനാണ്. ബിയോണ്ട് ലാംഗ്വേജ്, ഭാഷാതീതനായ ദൈവത്തെ നമ്മുടെ ചെറിയ ഭാഷയിലേക്ക് ദൈവം ദൈവത്തെ കൊണ്ടുവരികയാണ്. നമ്മുടെ ഭാഷകളെ അറിയുകയും അംഗീകരിക്കുകയും കേൾക്കുകയും അക്ഷരങ്ങളില്ലാത്ത ഭാഷകൾ കേൾക്കുകയും ചെയ്യുന്ന ദൈവം. പ്രാർത്ഥനയ്ക്ക് അക്ഷരം ഒരു പ്രസക്തിയുള്ള കാര്യമല്ല, വാക്കുകളൊന്നും പ്രസക്തിയുള്ള കാര്യമല്ല. സ്തോത്രം. പരിധിക്കപ്പുറമുള്ള ദൈവത്തെ നമ്മളൊരു ചെറിയ പരിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. അങ്ങനെ പറ്റുമോ? പറ്റും. അത് പ്രാർത്ഥനയിൽ കൂടെ മാത്രമേ പറ്റുകയുള്ളൂ. നമുക്ക് അതുകൊണ്ടായി ചിലർ ഈ ആലങ്കാരിക ഭാഷയിൽ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുന്നത്. ഈ പ്രാർത്ഥനയുടെ കാര്യമൊക്കെ പറയുമ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, ഈ അങ്ങനെ പറയുന്നത് ശരിയാണോ എന്ന്. ഞാൻ പറയാറുണ്ട്, ശരിയാ. എന്നോട് ചോദിച്ചാൽ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ, ശരിയാ. ദൈവത്തിൻ്റെ വചനം വായിക്കുന്നത് യേശു നിന്നു എന്നൊരു വാക്കുണ്ട്. യേശു നിന്നു. ദാവീദ് പുത്ര
എന്നോട് കരുണ തോന്നണമേ എന്നൊരു മനുഷ്യൻ വിങ്ങിപ്പൊട്ടി കരയുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നൊരു വാക്കുണ്ട്, യേശു നിന്നു. അപ്പോൾ വലിയ ദൈവത്തെ, നമ്മുടെ പരിധിക്കപ്പുറം നിൽക്കുന്ന മഹാനായ വലിയ ദൈവത്തെ നമ്മുടെ അക്ഷരങ്ങൾക്കകത്തേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ട് നമ്മൾ നമ്മുടെ കാര്യം ദൈവത്തോട് മുഖാമുഖമായി പറയുക. അപ്പം ദൈവം ആ പ്രാർത്ഥന കേൾക്കുന്നു. ആ പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ളിടത്താണ് പ്രാർത്ഥനയുടെ വലിയ പ്രസക്തി നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. സ്തോത്രം. പ്രാർത്ഥനയുടെ പ്രസക്തി എവിടെയാണ്? അതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മൾ സംശയിക്കേണ്ട യാതൊരു കാര്യമില്ല. കാരണം ലോകത്തിലുള്ള എല്ലാ ദൈവങ്ങളും അവർ സീസണൽ ഗോഡുകളാണ്. നമ്മുടെ ദൈവം ഒഴികെയുള്ള ദൈവം എന്ന് പറഞ്ഞാൽ സീസണൽ ഗോഡാണ്. പ്രത്യേക കാലഘട്ടത്തിലേക്കുള്ള ദൈവങ്ങളെയാണ് മതങ്ങൾ കാണിക്കുന്നത്. എന്നാൽ നമ്മുടെ ദൈവം ഒരു സീസണിൻ്റെ ദൈവമല്ല, അവൻ എല്ലാ കാലത്തും ദൈവമാണ്. എല്ലാ ദൈവങ്ങളും ടെറിട്ടോറിയൽ കോഡുകളാണ്. ലോകത്തുള്ള എല്ലാ ദൈവങ്ങളും, മതങ്ങൾ പറയുന്ന എല്ലാ ദൈവങ്ങളും പ്രത്യേക പ്രദേശത്തേക്കോ പ്രത്യേക ദിവസത്തേക്കോ ഉള്ള ദൈവമാണെങ്കിൽ നമ്മുടെ ദൈവം ടെറിട്ടോറിയൽ കോഡല്ല. നമ്മുടെ ദൈവം ഈ മുഴുഭൂമിയുടെയും ദൈവമാണ്. സ്തോത്രം. എവിടെ ഇരുന്ന് വിളിച്ചാലും, അത് കാരാഗൃഹത്തിലിരുന്ന് വിളിച്ചാലും, മുങ്ങുവാൻ തുടങ്ങുന്ന ഒരു ബോട്ടിലിരുന്ന് വിളിച്ചാലും, നിസ്സഹായനായി നിൽക്കുന്ന ഒരു വൻ കാട്ടിൽ നിന്ന് നിലവിളിച്ചാലും, സിംഹങ്ങളുടെ ഗുഹയിൽ കിടന്ന് വിളിച്ചാലും, സ്തോത്രം, ഒരാശുപത്രി കിടക്കയിൽ കിടന്ന് വിളിച്ചാലും ദൈവം ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. അതാണ് വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ദൈവം. അപ്പോൾ പ്രാർത്ഥനയിലാണ് ഈ ചിത്രങ്ങൾ നമ്മൾ പഠിക്കുന്നത്. എവിടെ ഇരുന്ന് വിളിച്ചാലും, സിംഹത്തിൻ്റെ ഗുഹയിലാകട്ടെ, അതുപോലെ തന്നെ നിസ്സഹായ അവസ്ഥയിലാകട്ടെ, നമ്മൾ മുങ്ങുവാൻ തുടങ്ങുന്ന ഒരു കപ്പലിലാകട്ടെ, എവിടെ ഇരുന്ന് വിളിച്ചാലും, ഈ പ്രാർത്ഥനയുടെയൊക്കെ സന്ദർഭങ്ങൾ അതാണ് നമ്മൾ പഠിക്കുന്നത്. എവിടെ ഇരുന്ന് വിളിച്ചാലും ദൈവം പ്രാർത്ഥന കേൾക്കും. ഓടിയെത്തുന്ന ദൈവം. സ്തോത്രം. അല്ലൊരു പാട്ടുണ്ട്, ഒന്ന് വിളിച്ചാൽ ഓടി എൻ്റെ അരികിലെത്തുന്ന ദൈവം. അപ്പം ദൈവത്തെ നമ്മൾ ആ ചിത്രത്തിലാണ് നമ്മൾ കാണുന്നത്. സ്തോത്രം. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു. അപ്പം ഗത്സമന തോട്ടത്തിലെ 3 പ്രാർത്ഥനകൾ, കാൽവരി ക്രൂശിലെ 3 പ്രാർത്ഥനകൾ. അപ്പോൾ ഗത്സമന തോട്ടത്തിലെ 3 പ്രാർത്ഥനകൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മ വരുന്നു. കാൽവരി ക്രൂശിലെ 3 പ്രാർത്ഥനകളും ഞാൻ പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇത് ഈ ലൈഫ് ഓഫ് ക്രൈസ്റ്റ് ഒരുപക്ഷെ പഠിച്ചപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞതായിട്ട് എൻ്റെ ഓർമ്മ. എങ്കിലും ആ 2 പുസ്തകങ്ങൾ ഞാൻ പറഞ്ഞില്ല. 2 പുസ്തകങ്ങൾ വായിച്ചിട്ട് ക്രൈസ്റ്റോളജി, ക്രിസ്തുശാസ്ത്രം അല്പവും കൂടെ വിശദമായി പഠിക്കുന്നത് നല്ലതായിരിക്കും. എങ്കിൽ മാത്രമേ ആ പ്രാർത്ഥനയുടെ പശ്ചാത്തലം നമുക്ക് ലഭിക്കുകയുള്ളൂ. കാൽവരി ക്രൂശിലെ 1-ാമത്തെ പ്രാർത്ഥന ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം 34-ാമത്തെ വാക്യമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം 34-ാം വാക്യം, ക്രൂശിലെ 1-ാമത്തെ പ്രാർത്ഥന. അവിടെ എഴുതിയിരിക്കുന്നത്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. അനന്തരം അവർ അവൻ്റെ വസ്ത്രം വിഭാഗിച്ച് ചീട്ടിട്ടു എന്നെഴുതിയിരിക്കുന്നു. അപ്പോൾ സെലക്ക് എന്ന് പറഞ്ഞാൽ ഫൊർഗീവ്നെസ് എന്നാണ്. ഫൊർഗീവ് ദം. ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തു എ പ്രെയർ ഓഫ് ഫൊർഗീവ്നെസ് കാൽവരി ക്രൂശിൽ വെച്ച് ക്ഷമയുടെ പ്രാർത്ഥന ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചിട്ട് പറയുകയാണ്, ഇവർ ചെയ്യുന്നതിനെക്കുറിച്ച് ഇവർക്ക് ബോധ്യമില്ല, അതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്ന കാൽവരി ക്രൂശിലെ ആദ്യ പ്രാർത്ഥന നമ്മൾ കാണുന്നുണ്ട്. 2-ാമത്തെ പ്രാർത്ഥന മത്തായി സുവിശേഷം 27-ാം അധ്യായം 46-ാമത്തെ വാക്യമാണ്. അത് കഴിഞ്ഞ ആഴ്ച വായിച്ചതുകൊണ്ട് വീണ്ടും വായിക്കുന്നില്ല. മത്തായി സുവിശേഷം 27-ാം അധ്യായം 46-ാമത്തെ വാക്യം. 9-ാം മണി നേരമായപ്പോൾ യേശു പറയുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, എലി എലി ലെമ്മ, മലയാളത്തിൽ ശബക്താനി എന്നെഴുതിയിരിക്കുന്നു. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്. 22-ാം സങ്കീർത്തനങ്ങളിൽ ആദ്യത്തെ വാക്യമാണത്. എലി എലി ലമാ അസൗത്തനി എന്ന വാക്ക്. അസൗത്തനി, എലി എലി അസൗത്തനി. അസൗ എന്ന വാക്കിൻ്റെ അർത്ഥം ടു ലീവ്.
എന്നെ ഒറ്റയ്ക്കിട്ടേച്ചു പോയത് എന്ത് എന്നൊരു ചോദ്യമാണ്. അത് രണ്ടാമത്തെ പ്രാർത്ഥനയായിട്ട് നമ്മൾ കാൽവറി ക്രൂശിൽ വായിക്കുന്നു. മൂന്നാമത്തെ പ്രാർത്ഥന ലൂക്കോസിൻ്റെ സുവിശേഷം 23-46 വാക്യമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 23:46. ഏതൊരു മൈക്ക് ഓൺ ആയിട്ടുണ്ട്, ഓഫ് ചെയ്യുക. 23:46 യേശു അത്യുച്ചത്തിൽ, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞു. അബ്ബാ അന്നാ റുചി എന്നാ വാക്ക്. റുഹാ റുഹി. അബ്ബാ പിതാവേ, എൻ്റെ ആത്മാവിനെ ഞാൻ നിൻ്റെ കയ്യിൽ സമർപ്പിക്കുന്നു. സബ്മിറ്റ് ചെയ്യുന്നു എന്നൊരു വാക്കാത്. സബ്മിറ്റ് ചെയ്യുന്നു, പൂർണ്ണമായി കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. സ്തോത്രം. എ പ്രെയർ ഓഫ് സബ്മിഷൻ, എ പ്രെയർ ഓഫ് റീയൂണിയൻ. എ പ്രെയർ ഓഫ് റീയൂണിയൻ. പിതാവായ ദൈവവുമായിട്ടുള്ള ഏകീഭാവത്തിലുള്ള ഒരു പ്രാർത്ഥന. എ വേർഡ് ഓഫ് ഇൻറ്റിമസി. ദൈവമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിൽ, ആഴമായ ബന്ധത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു പ്രാർത്ഥനയാണത്. എ വേർഡ് ഓഫ് ട്രസ്റ്റ്. എ വേർഡ് ഓഫ് ട്രസ്റ്റ്. ദൈവമാണ് ഈ ആത്മാവിനെ എനിക്ക് നൽകിയതെന്നും ആ ദൗത്യം ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നുവെന്നും ആ ദൗത്യം ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ചിട്ട് ഞാൻ തിരികെ പോകുന്നു എന്നും പറഞ്ഞിട്ട് ദൈവത്തെ പൂർണ്ണമായി ആശ്രയിക്കുന്ന ഒരു പ്രാർത്ഥന. എ വേർഡ് ഓഫ് ട്രസ്റ്റ്. വിശ്വാസത്തിൻ്റെ പ്രതീകമായ ഒരു പ്രാർത്ഥന. ആൻഡ് എ വേർഡ് ഓഫ് സറണ്ടർ. കർത്താവിൻ്റെ കയ്യിൽ ദൈവം എന്തിനു വേണ്ടി തന്നെ ഏൽപ്പിച്ചോ അത് പൂർത്തീകരിച്ചു എന്ന് പറയുന്ന വേർഡ് ഓഫ് സറണ്ടർ പൂർത്തീകരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ നന്നായി മനസ്സിലാക്കണം എന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുകയാണ്. പലപ്പോഴും നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ചും അനന്തര സംഭവങ്ങളെക്കുറിച്ചും പ്രാർത്ഥനയിൽ കൂടെ ഒക്കെയുള്ള വേദപുസ്തകത്തിലെ ചിത്രങ്ങളൊക്കെ പഠിച്ചു വരുമ്പോൾ ചിലർ പറയാറുണ്ട്, റോമൻ ഹിസ്റ്ററിയിൽ അതില്ലല്ലോ. റോമൻ ഹിസ്റ്ററിയിൽ അതുള്ളത്, നമ്മൾ വായിച്ചിട്ടുള്ള ഹിസ്റ്ററിയിൽ ഇത് കാണത്തില്ല. അതാണ് എൻ്റെ കാര്യം. ഈ പല ചരിത്രങ്ങൾ, ഒരു ചരിത്രം വായിച്ചാൽ എല്ലാ ചരിത്രവും അറിയണമെന്നില്ല. അപ്പോൾ ചരിത്രങ്ങൾ തുടർച്ചയായി ചരിത്രങ്ങളെല്ലാം കൂട്ടി വായിക്കുമ്പോഴേ യഥാർത്ഥ ചരിത്ര ചിത്രം നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി തന്നെ എത്രയുണ്ട്? 100-ലധികം ഉണ്ട് ഇന്ത്യൻ ഹിസ്റ്ററി പഠിച്ചിട്ടുള്ളവർക്കറിയാം. അപ്പം നമ്മുടെ ഹിസ്റ്ററിക്കകത്ത് തന്നെ ഡിവിഷൻസ് ഉണ്ട്. ആ ഹിസ്റ്ററിയിലുള്ള ഒരു ഭാഗം നമ്മൾ വായിച്ചാൽ മുഴുവൻ ഭാരത ചരിത്രവും നമുക്ക് കിട്ടിയെന്ന് വരികയില്ല. അതുകൊണ്ടാണ് റോമൻ ഹിസ്റ്ററിയിൽ നമ്മൾ വായിക്കുമ്പോൾ പാലസ് ഹിസ്റ്ററികൾ വായിക്കണം. പാലസ് ഹിസ്റ്ററികൾ വായിക്കുമ്പോൾ മാത്രമേ ക്രിസ്തുവിൻ്റെ ചിത്രം നമുക്ക് കാണാൻ കഴിയൂ, ചരിത്രങ്ങൾ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഹിസ്റ്ററി വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ആളുകൾ കഴിവുള്ളിടത്തോളം അന്നത്തെ കാലത്ത് നിലവിലിരുന്ന പാലസുകളോട് ബന്ധപ്പെട്ട റോമൻ എംപറേഴ്സിൻ്റെ പാലസ് ഹിസ്റ്ററികൾ കിട്ടും. അതിനോട് ബന്ധപ്പെട്ട ഹിസ്റ്ററികൾ വായിക്കണം. അല്ലെങ്കിൽ നമുക്ക് ക്രിസ്തുവിനെ കുറിച്ചുള്ള ചിത്രം കിട്ടത്തില്ല. രാജ്യത്തിൻ്റെ ചരിത്രമോ ഭരണചരിത്രമോ അവരുടെ രീതികളുടെ സംസ്കാര ചരിത്രമൊക്കെ കിട്ടത്തുള്ളൂ. ക്രിസ്തുവിൻ്റെ ചരിത്രം കിട്ടണമെങ്കിൽ ഈ ചരിത്രത്തിലേക്ക് പോകണം. അപ്പം ഒരു ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ, അപ്പോൾ ഒന്ന് രണ്ട് പശ്ചാത്തലം ഞാൻ പറയുകയാണ് പഠിക്കുന്നവർക്ക് വേണ്ടി. 1-2 കാര്യം, എങ്ങനെയാണ് ഒരു നോളജ് ഉണ്ടാകുന്നത്? ക്രിസ്തു മരിച്ചതിനെക്കുറിച്ചും ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെക്കുറിച്ചും സ്വർഗാരോഹണത്തെക്കുറിച്ചുമൊക്കെ നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടുന്നതിന്, ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതായിരിക്കാം, അതിനകത്തൊരു ലോജിക്കൽ കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. ലോജിക്കൽ കൺസിസ്റ്റൻസി. ഒരു കാര്യം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ് ലോജിക്കൽ കൺസിസ്റ്റൻസി. അതിൻ്റെ അകത്തൊരു ലോജിക്ക് ഇല്ലെങ്കിൽ അത് നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. ലോജിക്കൽ കൺസിസ്റ്റൻസി. ഈ കഴിഞ്ഞ ദിവസം ഒരു സിസ്റ്റർ ഗൾഫിൽ പോയിട്ട് ഇയ്യോബിൻ്റെ കല്ലറയ്ക്കൽ പോയി നിന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നു. സലാലയിൽ പോയിട്ട് ഇയ്യോബിൻ്റെ കല്ലറയിൽ പോയി നിൽക്കുന്ന ഒരു ടീമായിട്ട് അവർ പോയിട്ടൊരു വീഡിയോ എനിക്ക് അയച്ചു തന്നു. ഞങ്ങൾ ഇയ്യോബിനെ കാണാൻ പോയി,
ഇയ്യോബ് ചൊറിയൊക്കെ പിടിച്ച് കിടന്നൊരു മുറിയൊക്കെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. എന്നിട്ട് പ്രാർത്ഥന പറയും. അത് ഇയ്യോബിൻ്റെ അല്ല, വേദോസ്തത്തിൽ പറയുന്ന ഇയ്യോബല്ല. അത് വേദോസ്തത്തിൽ പറയുന്ന ഇയ്യോബ് ഇവിടെ വന്ന് താമസിച്ചിട്ടില്ല. അത് ഊസെന്ന് പറയുന്ന ഒരു ദേശമാണ്. ഊസെന്ന് പറയുന്ന ദേശത്ത് താമസിച്ച ആളാണ് വേദപുസ്തകത്തിൽ പറയുന്ന ഇയ്യോബ്. ഇവിടെയുള്ള ഇയ്യോബ് അറബികൾ നബിയായി കണ്ടിരുന്ന അൽ നബി അയ്യൂബ് എന്ന് അവിടെ എഴുതി വെച്ചത് തന്നെ. അൽ നബി അയ്യൂബ് എന്നാണ് ആ ഇയ്യോബിൻ്റെ ശവകുടീരത്തിന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് വേറെ ഒരു ഇയ്യോബാണ്. അപ്പം നമ്മളെ ഒരു ഇയ്യോബ് എന്നുള്ളൊരു പേര് കിട്ടി, അല്ലെ ഒരു ശവകുടീരം കിട്ടി എന്ന് വിചാരിച്ച് നമ്മുടെ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഇയ്യോബുമായിട്ട് കണക്ട് ചെയ്ത് കളയും ആളെ കണക്ട് ചെയ്ത് കളയും. അത് ലോജിക്കൽ കൺസിസ്റ്റൻസി അല്ല. അബ്രഹാമാണ്ട് ഇതിനകത്തും ഉണ്ടല്ലോ. അത് നമ്മളെ പറഞ്ഞ അബ്രഹാമാണോ? അല്ലല്ലോ. ആ അബ്രഹാം വേറെ, ഈ അബ്രഹാം വേറെ. ഇപ്പം എവിടെയെങ്കിലും ഒരു അബ്രഹാമിനെ കണ്ടാൽ ആ അബ്രഹാമാണ് ഈ അബ്രഹാമെന്ന് നമ്മൾ പെട്ടെന്ന് പറയരുത്. കാരണം അതിനകത്തൊരു ലോജിക്ക് ഉണ്ടായിരിക്കണം, ലോജിക്കൽ കൺസിസ്റ്റൻസി. യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് ജീവിതത്തിൽ ലോജിക്കൽ കൺസിസ്റ്റൻസി ഉണ്ട്. അത് ലോജിക്കാണോ? ഉണ്ട്. അതിന് അക്യൂമുലേറ്റിംഗ് എവിഡൻസ് ഉണ്ട്, ചരിത്ര തെളിവുകളുണ്ട്, ഐ വിറ്റ്നസ്സസ് ഉണ്ട്, അതുപോലെ തന്നെ ചരിത്രങ്ങൾ അതിന് വേണ്ടിയുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് പഠിക്കുമ്പോഴാണ് ഒരു ലോജിക് കൺസിസ്റ്റൻസി നമ്മൾ ഉണ്ടാക്കുന്നത്. യുക്തിപരമായ ഉറപ്പ് അത് നമുക്കുണ്ടാകണം. രണ്ടാമതായിട്ട് ഒരു ഇൻഫർമേഷന് വേണ്ടിയുള്ളത് എംപിരിക്കൽ ആഡിക്വസി എന്ന് പറയും. എംപിരിക്കൽ ആഡിക്വസി എന്ന് പറഞ്ഞാൽ അതിന് അനുഭവപരമായ ഒരു പര്യാപ്തത എന്നുണ്ടാകണം. അനുഭവപരമായ പര്യാപ്തത, ഒരു ഉറപ്പതിനുണ്ടായിരിക്കണം. കർത്താവായ യേശു ക്രിസ്തു ജീവിച്ചെന്നും കർത്താവായ യേശു ക്രിസ്തു മരിച്ചെന്നും കർത്താവ് ഇന്നും പ്രാർത്ഥന കേൾക്കുന്നു എന്നും അനുഭവപരമായ ഒരു ഉറപ്പ് ദൈവമക്കൾക്കുണ്ട്. അതുകൊണ്ടാണ് നാം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത്. 3, അതിൻ്റെ അകത്തൊരു എക്സിസ്റ്റൻസ് റെലവൻസ് ഉണ്ടായിരിക്കണം. എക്സിസ്റ്റൻസ് റെലവൻസ് എന്ന് പറഞ്ഞാൽ അസ്തിത്വത്തിൻ്റെ പ്രസക്തിയാണത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അസ്തിത്വം എന്നുള്ളത്, എക്സിസ്റ്റൻസ് എന്നുള്ളത് തെളിയിക്കപ്പെട്ട കാര്യമാണ്. അതിൻ്റെ അകത്തേക്ക് പിന്നീട് ആരും ഇറങ്ങിപ്പോകേണ്ട കാര്യമല്ലേ, തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയാണ് ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ കിടക്കുന്നു. അത് റോമൻ ഗവൺമെൻറ്റാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചതെന്ന് വേദപുസ്തകം പറയുമ്പോൾ റോമൻ ഹിസ്റ്ററിയിൽ അത് എഴുതിയിരിക്കണം. അത് എഴുതിയിട്ടുണ്ട്. ഐ വിറ്റ്നസ്സസ് ഉണ്ട്, പാലസ് ഹിസ്റ്ററികളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വേദപുസ്തകം സത്യമാണ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് പ്രത്യേകമായി മനസ്സിലാക്കിയിരിക്കുക. പിന്നെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശിൽ മരിച്ചതിന് ശേഷമായി കർത്താവ് റിസറക്ഷനിലേക്ക് വരുമ്പോഴാണ് അടുത്ത 24ാമത്തെ പ്രാർത്ഥന. കർത്താവായ യേശു ക്രിസ്തു റിസറക്ഷൻ, ഉയർത്തെഴുന്നേറ്റ പ്രാർത്ഥന. നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ മരണത്തെയും ഉയർപ്പിനെയൊക്കെ കൂട്ടി പഠിക്കുമ്പോൾ 3 കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഒന്ന്, റിസറക്ഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം. മലയാളത്തിൽ ഉയർപ്പ് എന്ന് എഴുതിയിരിക്കുന്നത് പുനരുത്ഥാനം എന്ന് എഴുതിയിരിക്കുന്നത് 2 ആകട്ടോ. അത് നമ്മൾ തെറ്റിദ്ധരിക്കല്ലേ, ഇത് 2 ഒന്നല്ല. അതുകൊണ്ടാണ് 2 വാക്ക് കൊടുത്തിരിക്കുന്നത്. ഉയർപ്പെന്ന് പറയുന്നത് പുനരുത്ഥാനം എന്ന് പറയുന്നത് 2 ഉയർപ്പ് എന്ന് പറയുമ്പോൾ അവർ ലാസർ ഉയർക്കുക ചെയ്ത്, അല്ലേ? ലാസർ ഉയർത്തു കഴിഞ്ഞിട്ട് പിന്നെയും മരിച്ചല്ലോ. വിധവയുടെ മകൻ ഉയർത്തു കഴിഞ്ഞിട്ട് പിന്നെയും മരിച്ചു. അങ്ങനെ 14 കാര്യങ്ങൾ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, അല്ലേ? എന്നാൽ പുനരുത്ഥാനം അതല്ല. പുനരുത്ഥാനം എന്ന് പറയുന്നത് റൈസപ്പ്, റൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പിന്നീട് ഒരിക്കലും മരണമില്ലാത്ത അവസ്ഥയിലേക്ക് ഉയർത്തെഴുന്നേറ്റ് പോവുക. എക് നക്രോൺ എന്നൊരു പദം. ഇപ്പോൾ ഉയർപ്പ് പഠിപ്പിച്ചപ്പോൾ ആ വാക്കിപ്പോൾ ഓർക്കുന്നുണ്ടോ? ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്നും വെച്ച് എക് നക്രോൺ എന്ന് പറഞ്ഞാൽ മരണമില്ലാത്ത അവസ്ഥയിലേക്ക് എഴുന്നേറ്റ് ചെല്ലുക എന്ന വാക്ക്. സ്തോത്രം. ഇനി ഒരിക്കലും മരിക്കയില്ല. അതാണ് പുനരുത്ഥാനം എന്നുള്ള കാര്യം നമ്മൾ പഠിക്കേണ്ടത്. 2,
എക്സോൾട്ടഡ് ക്രൈസ്റ്റാണ്, ഉയർത്തപ്പെട്ട ക്രിസ്തു. ഉയർത്തപ്പെട്ട ക്രിസ്തു എന്ന് പറയുമ്പോൾ കല്ലറയിൽ നിന്ന് പുറത്തു വരികയും സ്വർഗാരോഹണം ചെയ്യുകയും ചെയ്യുന്നതിന് മുൻപുള്ള കാര്യം. അതാണ് എക്സോൾട്ടഡ് ക്രൈസ്റ്റ്, ഉയർത്തപ്പെട്ട ക്രിസ്തു. അതിനെക്കുറിച്ച് പഠിക്കണം. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു മരിച്ചു കഴിഞ്ഞ് സ്വർഗാരോഹണം നടക്കുന്നത് വരെ എവിടെയായിരുന്നു? ഈ ക്ലാസ് പഠിച്ച് ഓർക്കുന്നുണ്ടോ ആനി സിസ്റ്ററെ? ആ ഓർക്കുന്നുണ്ടോ മിനി സിസ്റ്ററെ? അല്ലേ? ഈ സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റിൻ്റെ സമയത്ത് അത് പഠിച്ചെന്ന് എൻ്റെ ഓർമ്മ, അതിൻ്റെ അകത്ത് പഠിച്ചെന്ന് എനിക്ക് തോന്നുന്നത്. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ശേഷം സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് 3 വാക്യങ്ങളുണ്ട് അതിനെക്കുറിച്ച്. ആ 3 വാക്യങ്ങൾ അതെ സിസ്റ്റർ തന്നെ ആയിരുന്നു ആ ചോദ്യം അന്ന് ചോദിച്ചോന്ന് ഓർക്കുന്നു. അപ്പോൾ അത് വ്യക്തമായി പറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. റിസറക്ഷൻ ആൻഡ് എക്സോൾട്ടഡ് ക്രൈസ്റ്റ്. അതിന് ഡോക്ടർ ഇതിൻ്റെ അകത്തുണ്ടോ? ഗ്രേസ് ഡോക്ടർ ഉണ്ടെന്ന് തോന്നുന്നു. ഈ ഉയർപ്പ് എന്ന വാക്കിനെ പുനരുത്ഥാനം എന്ന വാക്കിന് ഈ അനസ്തേഷ്യ എന്നൊരു വാക്കുണ്ട്. നിങ്ങൾ ഈ ഡോക്ടർമാർക്കും നേഴ്സുമാർക്കും ഒക്കെ അറിയാവുന്നൊരു വാക്ക് അനസ്തേഷ്യ. ഈ അനസ്തേഷ്യ എന്നുള്ള ഗ്രീക്ക് വാക്കിൻ്റെ മലയാളം അർത്ഥമാണ് പുനരുത്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, അനസ്തെമി അതാ ഗ്രീക്ക് വേർഡ്. അനസ്താസിസ് എന്നൊക്കെ പറഞ്ഞാൽ ഈ ദീർഘനേരം ഇവന് അനസ്തേഷ്യ കൊടുത്ത് മയക്കി കിടത്തിയിരിക്കുക. പിന്നെ അവർ ഈ അനസ്തേഷ്യ വിട്ടിട്ട് ആ മയക്കം വിട്ടിട്ട് എഴുന്നേറ്റ് വരിക. അതിന് പറയുന്ന പേരാ പുനരുത്ഥാനം. അപ്പോൾ ദൈവമക്കളെല്ലാവരും മരിച്ചു കഴിയുമ്പോൾ ഒരു അനസ്തേഷ്യ കിട്ടിയ പോലെ ഇരിക്കും കേട്ടോ. ഒരു അനസ്തേഷ്യ കിട്ടിയ പോലെ. ആര് ചൊറിഞ്ഞാലും ആര് മാന്തിയാലും ഒന്നും അവരെ കണ്ണുപൊളി തെളിച്ച് നോക്കത്തില്ല. പിന്നെ എപ്പോഴാണ് ഇത് ഏകദേശം ഈ കെട്ട് വിടുന്നു, അനസ്തേഷ്യ വിടുന്നു എന്നൊരു ടൈം ഡോക്ടർക്ക് അറിയാം. ആ ഡോക്ടർക്ക് അറിയാം. അന്നേരം ഡോക്ടർ എന്തെങ്കിലും കാലയിലൊന്ന് ചൊറിഞ്ഞു നോക്കും, അന്നേരം കണ്ണു തെളിക്കും. അതിന് പറയുന്ന പേരാ പുനരുത്ഥാനം. പേടിച്ചു പോയോ? അതാ മരിച്ചവരെല്ലാം തിരിച്ചു വരുമെന്ന് പറയുന്നതിന് അനസ്തേഷ്യ എന്നുള്ള വാക്കാണ്. അനസ്തമി എന്ന് പറയും അല്ലേ? അത് പഠിക്കണം. ടെക്കൂമ എന്ന് പറയുന്ന എബ്രായ വാക്കാ. ടെക്കൂമ എന്ന് പറഞ്ഞാൽ ടു സ്റ്റാൻഡ് അപ്പ്, ടു റൈസ് അപ്പ് എന്ന് പറയുന്ന വാക്ക്. എനിവേ അത് മനസ്സിലാക്കിയിരിക്കുക. ഇപ്പോൾ എക്സോൾട്ടഡ് ക്രൈസ്റ്റ് അത് മനസ്സിലാക്കണം. മൂന്നാമതാണ് എൻത്രോൺഡ് ക്രൈസ്റ്റ്, സിംഹാസനസ്ഥനായ ക്രിസ്തു. അപ്പോൾ ഈ 3 കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ 24ാമത്തെ പ്രാർത്ഥനയിലേക്ക് നമുക്ക് വരാം. റിസറക്റ്റഡ് ക്രൈസ്റ്റിൻ്റെ ഒരു പ്രെയർ. റിസറക്റ്റഡ് ക്രൈസ്റ്റ് ഇതുവരെയും ശരീരം കൊണ്ടുള്ളൊരു പ്രാർത്ഥനയായിരുന്നു. ഭൂമിയിൽ സഞ്ചരിക്കാൻ ഒരു ശരീരം ആവശ്യമുണ്ടായിരുന്നു. കർത്താവിന് ഭൂമിയിൽ സഞ്ചരിക്കാൻ ഒരു ശരീരം, ആ ശരീരത്തിൽ ഇരിക്കുമ്പോഴുള്ള പ്രാർത്ഥനയായിരുന്നു ഇത്രയും നാളുള്ള പ്രാർത്ഥന. എന്നാൽ കർത്താവ് പുനരുത്ഥാന ശരീരത്തിൽ നിന്നുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് അടുത്ത പ്രാർത്ഥന. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 30-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 30-ാമത്തെ വാക്യം. അവരുമായി ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് അനുഗ്രഹിച്ചു നോക്കി അവർക്ക് കൊടുത്തു. മതി. ഇതാണ് ആ പ്രാർത്ഥന. ഇതൊരു വളരെ വിശദമായി ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ പ്രത്യക്ഷതകളെക്കുറിച്ച് നമുക്കറിയാം. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കുറിച്ച് 34 വാക്യങ്ങളാണ് വിശുദ്ധ തിരുവെഴുത്തിൽ എഴുതിയിട്ടുള്ളത്. 33 വാക്യങ്ങൾ. പുതിയ നിയമത്തിൽ 33 തവണ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച്, പുനരുത്ഥാന ശേഷമുള്ളതിനെ കാര്യങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് 12 തവണ പ്രത്യക്ഷപ്പെട്ടതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ നോട്ട് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തരാം, കാരണം ഇതെല്ലാം ഇപ്പോൾ ഒരു ഡീറ്റെയിൽസ് പറയാൻ സാധ്യമല്ല. ഉയർത്തെഴുന്നേറ്റ കർത്താവ് 12 തവണ കർത്താവ് ജനങ്ങൾക്ക് പ്രത്യക്ഷനായിട്ടുണ്ട്. ഒരാൾക്ക് പ്രത്യക്ഷനായിട്ടുണ്ട്, 7 പേർക്ക് പ്രത്യക്ഷനായിട്ടുണ്ട്, 11 പേർക്ക് പ്രത്യക്ഷനായിട്ടുണ്ട്, 500-ലധികം പേർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായിട്ടുണ്ട്. അങ്ങനെ
12 തവണ യേശു ഉയർത്തെഴുന്നേറ്റ് യേശു പ്രത്യക്ഷനായിട്ടുണ്ട്. ഈ ക്ലാസ് ഞാൻ പണ്ട് പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മ തോന്നുന്നുണ്ട്. ഇല്ല അലിസാൻ്റെ? ഓർക്കുന്നില്ല? ഓക്കെ, ഉണ്ട്. ആദ്യം മഗ്ദലൻ മറിയയ്ക്കാണ് പ്രത്യക്ഷനായത്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആദ്യം ഒരു സഹോദരിക്കാണ് പ്രത്യക്ഷനായത്, അല്ലേ? അപ്പോൾ ഒന്നാമത്തെ സുവിശേഷ വാഹക എന്ന് പറയുന്ന സഹോദരിമാരാണ്. സ്ത്രീകളാണ് ആദ്യത്തെ ഇവാഞ്ചലിസ്റ്റ്. ഉയർപ്പിൻ്റെ സന്ദേശം ആദ്യം ലഭിച്ചത് സഹോദരിമാർക്കാണ്, മറക്കരുത്. അപ്പോൾ അത് ഏറ്റവും വില കൂടിയ കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഈ സ്ത്രീകളോട് പറഞ്ഞാലുണ്ടല്ലോ പെട്ടെന്ന് എല്ലാവരോടും പറയുമെന്നുള്ള കാര്യം കൊണ്ടായിരിക്കും യേശുക്രിസ്തു അങ്ങനെ സ്ത്രീകൾക്ക് പ്രത്യക്ഷനായത്, അല്ലേ? നമ്മളൊരു കാര്യം ആരോടും പറയരുതെന്ന് പറഞ്ഞ്, പ്രത്യേകിച്ച് ആരോടും പറയരുതെന്ന് പറഞ്ഞാൽ നമ്മൾ ആരോടും പറയല്ല, അല്ലേ? അതുകൊണ്ട് എല്ലാവരും പോകുന്നു, ലെഫ്റ്റ് ആകുന്നു തോന്നുന്നു. സ്തോത്രം. അതുകൊണ്ട് എല്ലാവരോടും വേഗത്തിൽ ചെന്ന് പറയണമെന്ന് വിചാരിച്ചായിരിക്കും കർത്താവ് ആദ്യം മഗ്ദലനക്കാരത്തി മറിയയും രണ്ടാമത് കല്ലറയുടെ മുമ്പിൽ വന്ന സഹോദരിമാർക്ക് പ്രത്യക്ഷനായി. എന്നിട്ട് കർത്താവ് ഒരു കാര്യം അവരോട് പറഞ്ഞു, ദൂതന്മാർ പറഞ്ഞു, കം ആൻഡ് സീ, ഗോ ആൻഡ് ടെൽ ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് ഈസ് റിസൺ ഫ്രം ദ ഡെഡ്. വന്ന് കാൺമീൻ, വേഗം ചെന്ന് പറയുവീൻ എന്നുള്ള സന്ദേശമാണ് പുനരുത്ഥാനത്തിൻ്റെ സന്ദേശം. ഇപ്പം 12 പേർക്ക് പ്രത്യക്ഷനായി. അതിൽ പ്രത്യക്ഷനായ ഒരു കാര്യമാണ് ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത്. യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് 2 പേര് നടന്നു പോകുന്നു. 2 പേര് നടന്നു പോകുമ്പോൾ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് പോകുന്നു. മൂന്നാമത് യേശു അവരുടെ കൂട്ടത്തിൽ കൂടുന്നു. അവരൊരു വീട്ടിൽ ചെല്ലുന്നു. വീട്ടിൽ ചെന്നതിന് ശേഷം അവർ ഭക്ഷണം കഴിക്കുവാനായിട്ട് ഇരിക്കുമ്പോൾ യേശു അപ്പം എടുത്തു. അപ്പം എടുത്തിട്ട് അപ്പം അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. അവരെ അനുഗ്രഹിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ക്രിസ്തു ജീവിച്ചിരിക്കുന്നു എന്ന് തന്നെത്താൻ വെളിപ്പെടുത്തുന്ന പ്രാർത്ഥന. ക്രിസ്തു ജീവിച്ചിരിക്കുന്നു എന്ന് തന്നെ വെളിപ്പെടുത്തുകയാണ് യേശു. സ്തോത്രം. ഇപ്പം ഇന്നും കർത്താവിൻ്റെ പ്രാർത്ഥന എങ്ങനെയാണെന്നറിയാമോ? പ്രാർത്ഥനയുടെ അർത്ഥം, നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം കർത്താവ് ഇന്നും ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. സ്തോത്രം. നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം കർത്താവ് ഇന്നും എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. മരിച്ച ദൈവമല്ല, ജീവിക്കുന്ന ദൈവം. അവൻ ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നു. അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. എൻ്റെ പ്രാർത്ഥന അവൻ കേൾക്കുന്നു എന്നുള്ള തെളിവാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ. അതാണ് കർത്താവ് ആ പ്രാർത്ഥന കൂടെ നമ്മെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യം. 25-ാമത്തെ പ്രാർത്ഥനയായി ഏറ്റവും അവസാനത്തെ പ്രാർത്ഥന എഴുതിയിരിക്കുന്നത് കർത്താവ് സ്വർഗാരോഹണം ചെയ്യുവാൻ പോവുകയാണ്. അസൻഷൻ സ്വർഗാരോഹണം ചെയ്യുവാൻ പോകുന്നു. സ്വർഗാരോഹണം ചെയ്യുന്നത് ബഥാന്യ എന്ന് പറയുന്ന റീജിയണിൽ ചെന്നിട്ട് ഒലിവ് മലയിൽ വെച്ചാണ് കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നത്. അത് എഴുതിയിരിക്കുന്ന ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 50 മുതൽ 53 വരെയുള്ള വാക്യങ്ങളിലും, അതുപോലെ തന്നെ മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിലും, പ്രവൃത്തിയുള്ള പുസ്തകം 1-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിലും ഈ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ ആ വാക്യം ഒന്ന് വായിക്കാമോ? ലൂക്കോസ് 24-ാം അധ്യായം 50, 51, 52, 53. അനന്തരം അവൻ അവരെ വേദാനിയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അവരെ അനുഗ്രഹിക്കുകയും അവൻ അവരെ വിട്ടുപിരിഞ്ഞ് സ്വർഗാരോഹണം ചെയ്തു. അവർ അവനെ നമസ്കരിച്ച് മഹാസന്തോഷത്തോടെ യെരുശലേമിലേക്ക് മടങ്ങിച്ചെന്ന് എല്ലായ്പ്പോഴും ദൈവാലയത്തിൽ ഇരുന്ന് ദൈവത്തെ വാഴ്ത്തുന്നു. ഇതാണ് 25-ാമത്തെ പ്രാർത്ഥനയായി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ഒലിവ് മലയിൽ വെച്ചാണ്. ബഥാനിയിലോളം അവരെ കൂട്ടിക്കൊണ്ടുപോയി. കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചടുത്തുനിന്ന് 7 മൈൽ ദൂരെയാണ് ഈ സ്ഥലം. ബഥാന്യ എന്ന് പറയുന്ന സ്ഥലത്ത് അവരെ കൂട്ടിക്കൊണ്ടുപോയിട്ട് 11 പേരോടുകൂടെ നിൽക്കുന്ന സമയത്ത് കർത്താവ് അവരെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ അവരെ ബ്ലസ് ചെയ്തു. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷം കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അതാണ് 25-ാമത്തെ പ്രാർത്ഥനയായിട്ട് അസൻഷൻ നടക്കുമ്പോൾ, സ്വർഗാരോഹണം നടക്കുമ്പോൾ ഉള്ള പ്രാർത്ഥന. അപ്പം 2 പ്രാർത്ഥനകൾ പുനരുത്ഥാന ശരീരത്തോട് കൂടിയുള്ള പ്രാർത്ഥനകളും ബാക്കി പ്രാർത്ഥനകളൊക്കെ ഭൗമിക ശരീരത്തിൽ ഇരിക്കുമ്പോഴുള്ള പ്രാർത്ഥനകളാണ്. ഈ ഏറ്റവും അവസാനത്തെ പ്രാർത്ഥന അത് ആ റെഫറൻസുകളെടുത്ത് വായിച്ചിട്ട് ആത്മശരീരത്തിലുള്ള പ്രാർത്ഥനകളും മറ്റ് പ്രാർത്ഥനകളൊക്കെ സ്ഥൂല ശരീരത്തിലുള്ള പ്രാർത്ഥനകളുമാണ്.
ആ പ്രാർത്ഥനയുടെ വ്യത്യസ്തതകളൊക്കെ ഒന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും. എന്നാൽ ഈ പ്രാർത്ഥന ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. വേദപുസ്തകം പറയുന്നു, ഇന്നും കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് പക്ഷപാതം എന്നൊരു വാക്ക് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷപാതം. ആ വാക്യം കൂടെ ഒന്ന് വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 34-ാമത്തെ വാക്യം. റോമാലേഖനം 8-ാം അധ്യായം 34-ാമത്തെ വാക്യം. അവൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുകയും യേശു മരിച്ചവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ അവൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. കണ്ടോ, അവിടെ എഴുതിയിരിക്കുന്നു. റോമർ 8-ന്റെ 34 വാക്യമുണ്ട്. എബ്രായ ലേഖനം 7-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ അതുണ്ട്. 9-ാം അധ്യായം 24-ാം വാക്യത്തിലുണ്ട്. എബ്രായ ലേഖനം 9-24. യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 2-1 യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 2-1 കൂടെ ഒന്ന് വായിക്കാമോ? കുഞ്ഞുങ്ങളെ, പാപം ചെയ്യരുത്, പാപം ചെയ്തെങ്കിലോ ഒന്ന് വായിക്കാം. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 2-1. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. നോക്കുക, അവിടെ എഴുതിയിരിക്കുന്ന ചില വാക്കുകൾ ഇംഗ്ലീഷ് വേദോത്സവത്തിൽ അഡ്വക്കറ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. അവിടെ കർത്താവായ യേശുക്രിസ്തു അഡ്വക്കറ്റാണ്. അപ്പം കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്യുകയാണ്? ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു എന്നുള്ള ആ വാക്ക് മാറ്റിയിട്ട് പക്ഷവാദം എന്നെഴുതിയിരിക്കുക. പക്ഷവാദം, അഡ്വക്കസി, പക്ഷവാദം ചെയ്യുന്നു. ഇപ്പോൾ കർത്താവ് ഇപ്പോൾ നമുക്കാരാണ്? അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കർത്താവ് ഇപ്പോൾ നമുക്കാരാണ്? പക്ഷപാതം ചെയ്യുന്നവൻ. 4 വാക്കുകളാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇപ്പോൾ ആര് എന്ന ചോദ്യത്തിന് 4 ഉത്തരം കിട്ടും. 4 ഉത്തരം. 1, നമ്മളിപ്പോൾ വായിച്ച വാക്യം, ഹീ ഈസ് ആൻ അഡ്വക്കറ്റ് ഫോർ അസ്. അഡ്വക്കറ്റ് എന്താ ചെയ്യുന്നത്? നമുക്ക് വേണ്ടി വാദിക്കുന്നു, നമുക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നു, നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന അഡ്വക്കറ്റാണ് കർത്താവായ യേശുക്രിസ്തു. അവൻ നമുക്ക് വേണ്ടി കാര്യസ്ഥനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി വാദിക്കുന്ന ദൈവമാണ്. ഇംഗ്ലീഷ് വേദോത്സവത്തിലെ അഡ്വക്കറ്റ് തന്നെ എഴുതിയിരിക്കുന്നത്. 1 യോഹന്നാൻ 2:1 അഡ്വക്കറ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. അഡ്വക്കറ്റ്. 2, യേശു നമുക്ക് ആര്? തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 2:5 വായിക്കാം. തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 2:5 കാണാതെ അറിയാവുന്ന വാക്യമാണ്. അവിടെ എഴുതിയിരിക്കുന്നത് മധ്യസ്ഥൻ എന്ന വാക്കാ. വായിക്കാം. നിങ്ങൾ അറിയും പോലെ 1 തിമോഥെയോസ് 2:5 ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. കണ്ടോ, രണ്ടാമത് ഇപ്പോൾ യേശു നമുക്ക് ആര്? ഹീസ് എ മീഡിയേറ്റർ. മധ്യസ്ഥനാണ്. മധ്യസ്ഥൻ. ഈ പുരോഹിതൻ എന്ന വാക്കിൻ്റെ മറ്റൊരു വാക്കാണ് മധ്യസ്ഥൻ. പുരോഹിതൻ. പുരോഹിതൻ എന്ന വാക്കിന് 2 അർത്ഥമുണ്ട്. ഒന്ന്, മലയാള വാക്കിൻ്റെ അർത്ഥം പുരോ. പുരോ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? പുരോ ഒന്ന് ശ്രദ്ധിച്ചേ. വീടിൻ്റെ പുരോഭാഗം എന്ന് പറഞ്ഞാൽ ഏത് ഭാഗമാണ്? പുരോഭാഗം. ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോ? തെറ്റിയാലും ഒരു പ്രശ്നമില്ലല്ലോ, നമ്മൾ ഇത്രയും പേരല്ല ഉള്ളൂ. വീടിൻ്റെ പുരോഭാഗം എന്ന് പറഞ്ഞാൽ അലിസാൻഡി പറയുന്നു മുൻഭാഗം. അതെ, പുരോഭാഗം. പുരോഗതി എന്ന് കേട്ടിട്ടില്ലേ? പുരോഗതി അല്ലേ? പുരോ എന്ന് പറഞ്ഞാൽ മുന്നെന്ന, പുരോഭാഗം എന്ന് പറഞ്ഞാൽ മുൻഭാഗം, പുരോഹിതൻ എന്ന് പറഞ്ഞാൽ മുന്നിൽ നിൽക്കുന്നവൻ എന്നർത്ഥം. പുരോഹിതൻ എന്ന വാക്കിന് ലാറ്റിൻ ഭാഷയിൽ പാലം എന്ന അർത്ഥം. പാലം. 2 കരകളെ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു ഘടകമാണ് പാലം. മുറിഞ്ഞുപോയ 2 തീരം, 2 ഘടകം, 2 തീരങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന പാലമാണ് പുരോഹിതൻ.
സ്വർഗത്തിലും ഭൂമിക്കും ഇടയ്ക്ക് നിൽക്കുന്ന ആളാണ് പുരോഹിതൻ. മറക്കരുത്. അപ്പോൾ പുരോഹിതൻ ആരാണ്? മധ്യസ്ഥനാണ്. വേദപുസ്തകം പറയുന്നു, ദൈവത്തിനും മനുഷ്യനും ഇടയിൽ നിൽക്കുന്ന പാലമാണ്, മധ്യസ്ഥനാണ് കർത്താവായ യേശു ക്രിസ്തു. മറന്നുപോകരുത്. ക്രിസ്തുവിൽ കൂടെ അല്ലാതെ ആർക്കും ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുവാൻ കഴിയുകയില്ല. ക്രിസ്തു ഏക മധ്യസ്ഥനാണ്. ക്രിസ്തുവിൽ കൂടെ അല്ലാതെ മറ്റൊരു പാലം വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല. നമുക്ക് ചിന്തിക്കാതിരിക്കും, നമുക്ക് പറയാതിരിക്കും, അല്ലേ? അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ച് അത് ആധികാരികമല്ലല്ലോ. ആധികാരികമല്ല. എഴുതപ്പെടാത്ത കാര്യം ആധികാരികമല്ല. ചിന്തയിൽ അത് ശരിയായിരിക്കും, വിചാരങ്ങൾ അത് ശരിയായിരിക്കും. എഴുതപ്പെടാത്തോളം കാലം അത് ആധികാരികമല്ല. യേശു ക്രിസ്തുവിൻ്റെ മാതാവ് യേശുവിനോട് പറഞ്ഞു കാണും. ഞാനും പറയുന്നുണ്ടല്ലോ, നമ്മളെല്ലാവരും പറയുന്നുണ്ടല്ലോ, അല്ലേ? അതുകൊണ്ട് നമ്മളെല്ലാം മധ്യസ്ഥരാണ്, അല്ലേ? ഇപ്പോഴും ഞാൻ പ്രാർത്ഥനാ വിഷയം നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് നാളെ ഒരാൾ ഞാൻ മധ്യസ്ഥനാണെന്ന് പറഞ്ഞു വന്നാൽ ഞാൻ സമ്മതിക്കുമോ? ഇല്ല. അത്രേ ഉള്ളൂ. അതിൻ്റെ യുക്തി അത്രയേ ഉള്ളൂ. അപ്പം കർത്താവ് ഇപ്പോൾ ആരാണ്? 1, അഡ്വക്കറ്റ്, കാര്യസ്ഥനാണ്. 2, യേശു ആര്? മധ്യസ്ഥനാണ്, മീഡിയേറ്ററാണ്, മീഡിയേറ്റർ. 3, യേശു ആര്? റോമാലേഖനം 8:34 നമ്മൾ വായിച്ചു, പക്ഷപാതം ചെയ്യുന്നവൻ, ഇൻ്റർസസറാണ്, ഇൻ്റർസസർ. ഹീ ഈസ് ഇൻ്റർസീഡിങ് ഫോർ അസ്. അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. 4, യേശു ഇന്ന് ആര്? എബ്രായ ലേഖനം 7:22 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിലൊരു വാക്യമുണ്ട്, അവൻ നമുക്ക് വേണ്ടി ഉത്തരവാദിയായിരിക്കുന്നു. ആ വാക്ക് മാത്രം തിരഞ്ഞെടുത്ത് വായിച്ച് 7-ാം അധ്യായം 22 മുതൽ താഴോട്ടുള്ള വാക്യത്തിൽ അവൻ നമുക്ക് ഉത്തരവാദിയായിരിക്കുന്നു. എബ്രായ ലേഖനം 7-ാം അധ്യായം അതിൻ്റെ താഴോട്ട് അവിടെ 22-ാമത്തെ വാക്യമാണ്. 22 ആണ് കൂടാതെയല്ല എന്നതിന് ഒത്തവണ്ണം വിശേഷമേറിയ നിയമത്തിന് യേശു ഉത്തരവാദിയായി തീർന്നിരിക്കുന്നു. വിശേഷമേറിയ നിയമത്തിന് യേശു ഉത്തരവാദിയായിരിക്കുന്നു. വിശേഷമേറിയ നിയമം, അതാണ് പുതു നിയമം. അവൻ നമ്മെ പുതു നിയമത്തിൻ്റെ ശുശ്രൂഷകനാകുവാൻ പ്രാപ്തരാക്കി. പഴയത് നീങ്ങിപ്പോയി, നമ്മൊരു പുതു നിയമത്തിന് കീഴിലാണ്. ആ പുതു നിയമത്തിൻ്റെ രക്തം കൊണ്ടുള്ള ഉടമ്പടിയുടെ ഉത്തരവാദി യേശുവാണ്. അതാണ് റെസ്പോൺസിബിൾ എന്നെഴുതിയിരിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ പ്രാർത്ഥന നിർത്തിയിട്ടില്ല. ഇന്നും കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന കർത്താവാണ്. അപ്പോൾ 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഉയർത്തെഴുന്നേറ്റ കർത്താവ്, സ്വർഗാരോഹണം ചെയ്ത കർത്താവ്, ഇന്നും നമുക്ക് വേണ്ടി രാത്രിയും പകലുമില്ലാതെ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ്. അവൻ നമ്മുടെ മധ്യസ്ഥനാണ്. അവൻ നമുക്ക് വേണ്ടി കാര്യസ്ഥനായി പിതാവിൻ്റെ വലത്ത് ഭാഗത്തുണ്ട്. അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവനായിട്ടുണ്ട്. അവൻ നമുക്ക് തന്ന പുതു നിയമത്തിൻ്റെ ഉത്തരവാദിയായി പിതാവിൻ്റെ വലത്ത് ഭാഗത്തുണ്ട്. ഇപ്പം കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇടനില നിൽക്കുന്നു. നമ്മുടെ ഉത്തരവാദിത്വം കർത്താവ് എടുത്ത് നമുക്ക് വേണ്ടി പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അതാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനകളുടെ പര്യവസാനം. സ്തോത്രം. നിർത്താത്ത തുടർമാനമായ ഒരു പ്രാർത്ഥന കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു. എത്ര ശ്രേഷ്ഠമേറിയ കാര്യമാണ്, എത്ര ആനന്ദദായകമായ അനുഗ്രഹകരമായ കാര്യമാണ്. നമ്മളീ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നൊരു കർത്താവ്. കുഞ്ഞുങ്ങളെ, പാപം ചെയ്യരുത്. ഇനി പാപം ചെയ്താലോ, അബദ്ധവശാലൊരു പാപം ചെയ്താലോ, നമുക്ക് വേണ്ടി പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഒരു അഡ്വക്കറ്റ് ഉണ്ട്. സ്തോത്രം. ആ അഡ്വക്കറ്റ് നമ്മുടെ പാപങ്ങൾക്ക് കുറ്റം ചുമത്താതെ വണ്ണം നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മളെ നീതീകരിച്ച് രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് നമ്മുടെ പാപം കൊണ്ട് പ്രാർത്ഥന കഴുകുന്ന ഒരു പ്രക്രിയയാണെന്ന് തീമോഥെയോസ് ലേഖനം എഴുതിയിരിക്കുന്നത്. പ്രാർത്ഥനയാലും ഉപവാസത്താലും വിശുദ്ധീകരിക്കപ്പെടുന്നുവല്ലോ. പ്രാർത്ഥനയാൽ ശുദ്ധീകരിക്കപ്പെടുന്നു. അതുകൊണ്ട് കർത്താവ് ഇന്നും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. കർത്താവിൻ്റെ പ്രാർത്ഥന അവസാനിച്ചിട്ടില്ല, തീർന്നു പോയിട്ടില്ല. ആ കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ നമുക്കും പങ്കുചേരുവാൻ, അണികളായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്നുള്ള വാക്കുകളോടുകൂടെ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു.